ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോൾ ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ ഒരു പഴയ മോഡൽ ആൾട്ടോയുടെ ഒരു കംപ്ലൈന്റ് ആണ്. അത് ഈ വാഹനത്തിന്റെ കംപ്ലൈന്റ് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള സ്റ്റിയറിംഗിന് നമുക്ക് ഇത്രയും കൂടി സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യിക്കുന്നതിന് വേണ്ടി വാഹനങ്ങളിൽ പവർ സ്റ്റിയറിംഗ് നൽകുന്നുണ്ട്. അപ്പോൾ മാരുതിയുടെ വാഹനങ്ങളിലുള്ള പവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പുതിയ വാഹനങ്ങളിലെല്ലാം ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിനും ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ് ആണ് ഉള്ളത്. അപ്പോൾ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് പ്രോപ്പറായിട്ട് കസ്റ്റമർക്ക് വർക്ക് ചെയ്യുന്നില്ല കസ്റ്റമറുടെ വാഹനത്തിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാഹനത്തിന് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നതെന്നും അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡയഗ്നോസിങ്ങും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടാൽ മാത്രമാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ടവർ ഈ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാനിടുന്ന ഇതുപോലെ പുതിയ പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി ഇന്നത്തെ ഡയഗ്നോസിംഗിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോൾഡ് ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ആൾട്ടോയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കസ്റ്റമറുടെ കംപ്ലൈൻറ്റ് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി വാഹനം സ്റ്റാർട്ട് ചെയ്യാം. വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ തന്നെയുള്ള ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് ഒട്ടും തന്നെ നല്ല ടൈറ്റാണ് നമുക്ക് തോന്നണത്. നോർമലി നമുക്ക് സിമ്പിളായിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ടോ, വലിച്ചിട്ടൊന്നും മഞ്ഞില്ല. അപ്പോൾ ഇനി പവർ സ്റ്റിയറിംഗ് ടൈറ്റ് എന്നുള്ള കംപ്ലൈൻ്റ് ഉണ്ട്, അതായത് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിനി പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യാത്തതെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് പരിഹരിക്കാം. അപ്പോൾ നമുക്കിനി ഡയഗ്നോസിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ വേറെ വാണിംഗ് ലാമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. ഇത് പഴയ മോഡൽ വണ്ടിക്ക് പവർ സ്റ്റിയറിങ്ങിന് വാണിംഗ് ലാമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ മീറ്ററിൽ കാണിക്കാറില്ല. അപ്പോൾ നമുക്കിതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂളിൽ നമുക്കൊരു ബ്ലിങ്കോഡ് മെത്തേഡ് വെച്ചിട്ട് എന്തെങ്കിലും കോഡ്, അതായത് നമ്മുടെ ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളിൽ എന്തെങ്കിലും സെൻസറിൽ നിന്നുള്ള അബ്നോർമലായിട്ടുള്ള കോഡ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മൊഡ്യൂൾ വഴി നമുക്ക് അറിയാൻ പറ്റും. അത് ഈ ബ്ലിങ്കോഡ് മെത്തേഡാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്. നമുക്കത് രണ്ട് രീതിയിൽ നോക്കാം. സാധാരണയായി ഒരു അനലോഗ് മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അതിൻ്റെ ഡയഗ്നോസിങ് പോർട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അനലോഗ് മീറ്റർ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ആ ഓരോ മൂവിലും എത്ര ഒരു കൗണ്ടിങ് ഉണ്ട്, ആ കൗണ്ട് എണ്ണിയിട്ടാണ് എത്രയാണ് ആ മൂവ് ചെയ്തതെന്നുള്ളത് കണ്ടുപിടിക്കണത്. ആ കൗണ്ടിനനുസരിച്ചിട്ടുള്ള ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 എന്നുള്ളൊരു കോഡാണെങ്കിൽ, ബ്ലിങ്ക് കോഡാണെങ്കിൽ ഫസ്റ്റ് ഒരു തവണ വന്നിട്ട് ഒരു ഡിലേ ഇട്ടിട്ട് 1, 2, 3 ഇങ്ങനെ ഒരു കോഡായിട്ട് കാണിക്കും. അപ്പോൾ അങ്ങനെ പല പല കോഡുകളുണ്ട്. ഒരു കോഡ് 3 തവണ കാണിക്കും, അതിനുശേഷം അടുത്ത കോഡ് ഉണ്ടെങ്കിൽ ആ അടുത്ത കോഡ് 3 തവണ കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ബ്ലിങ്ക് കോഡ് മെത്തേഡ് വഴിയോ അല്ലെങ്കിൽ ഈ അനലോഗ് മൾട്ടിമീറ്റർ വഴിയോ നമുക്ക് റീഡിങ് എടുക്കാൻ പറ്റുക. ബ്ലിങ്ക് കോഡ് ആണെങ്കിൽ നമുക്ക് LED ബ്ലിങ്കിങ് എണ്ണിയാൽ മതി എത്രയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പവർ സ്റ്റിയറിങ് വർക്ക് ചെയ്യാത്തത്, പവർ സ്റ്റിയറിങ് ഒട്ടും തന്നെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് വർക്ക് ചെയ്യാത്തതിൽ എന്തെങ്കിലും ട്രബിൾ കോഡ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നമ്മുടെ പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളിൻ്റെ ഡയഗ്നോസിക് ബോർഡ് ഷോർട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഏതാണേലും ഡയഗ്നോസിങ്ങിലേക്ക് കിടക്കാം. പഴയ വാഹനങ്ങളായ 800 സെൻ, ആൾട്ടോ, വാഗണർ ഈ വാഹനങ്ങളിലെല്ലാം ഈ മെത്തഡാണ് ഉപയോഗിക്കുന്നത്. ബ്ലിങ്ക് കോഡ് നോക്കാനായിട്ട് ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളിൻ്റെ ഡയഗ്നോസിക് പോർട്ട് വന്ന് കിടക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്ലോ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ, ഗ്ലോ ബോക്സിൻ്റെ രണ്ടെങ്കിലും ലോക്ക് ഇങ്ങനെ മാറ്റി ഗ്ലോ ബോക്സ് ഊരി എടുക്കാൻ വേണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ അടിയിൽ, ഡാഷ്ബോർഡിൻ്റെ അടിയിലുള്ള ഒരു ഫ്രെയിം പോകുന്നുണ്ട്. ഈ ഫ്രെയിമിൻ്റെ താഴ്ഭാഗത്തായിട്ട് ബാക്ക് സൈഡിലൊരു ടേപ്പ് ഇട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാകും. ഈ കാണുന്ന ഒരു വയലറ്റിൽ വൈറ്റ് കളർ വയറായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്നോസിക് പോർട്ടിൻ്റെ വയർ വരുന്നതും ആ പോർട്ട് വരുന്നതും. അപ്പോൾ ഇതിൽ വേണം നമുക്ക് ബ്ലിങ്ക് കോഡ് ആണെങ്കിൽ LED, മറ്റേ അനലോഗ് മീറ്റർ ആണെങ്കിൽ അനലോഗ് മീറ്റർ, ഈ വയറിൽ വേണം അത് കണക്ട് ചെയ്യാൻ. ഈ വയറും വാഹനത്തിൻ്റെ ബോഡി ഗ്രൗണ്ടും തമ്മിൽ എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ട്രബിൾ കോഡ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്നോസിക് പോർട്ട് പവർ സ്റ്റിയറിങ്ങിൻ്റെ. ഗ്ലോ ബോക്സ് റിമൂവ് ചെയ്ത് മാറ്റാം. അതിനകത്ത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും.
അല്ലേ, നടുക്കത്ത് ബട്ടൺ പ്രസ് ചെയ്താൽ ഇതങ്ങനെ ഊരിയെടുക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡയഗ്നോസ്റ്റിക് പോർട്ട് ഉണ്ടല്ലേ, ഒരു പിന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പിന്നും ബോഡി ഗ്രൗണ്ടും കൂടിയാണ് നമ്മൾ എടുക്കാൻ പോണത്. നമ്മളൊരു 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു LED സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒരു നോർമൽ LED 1K റെസിസ്റ്റർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് സൈഡ് നമ്മൾ ബോഡിയിലോട്ട് എർത്ത് ചെയ്യാൻ പോണേണ്. നമ്മൾ ക്ലിപ്പിട്ട് ബോഡിയിലോട്ട് എർത്ത് ചെയ്യാനുണ്ട്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് ഭാഗം നമ്മൾ ഈ വരുന്ന വയലറ്റ് വൈറ്റിലോട്ട് കണക്ട് ചെയ്ത് വെക്കണേണ്. പിന്നിൻ്റെ ഉള്ളിലേക്ക് നമ്മളത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എർത്ത് LEDക്ക് എർത്ത് ബോഡിയിൽ നിന്ന് പോസിറ്റീവ് ഇതിൽ നിന്നും കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ LED ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇഗ്നീഷൻ ഒന്ന് ഓണാക്കാം. അപ്പോൾ നമ്മൾ LED എടുത്ത് വെറുതെ ഇവിടെ ഇങ്ങനെ വെച്ചതാണ്. ഓക്കെ, ഇനി ഞാൻ ഫ്ലാഷ് ഓഫ് ആക്കുന്നതാണ്. ഫ്ലാഷ് ഓഫ് ആക്കി ഇനി നമുക്ക് ഇഗ്നീഷൻ ഒന്ന് ഓൺ ചെയ്യാം. ഞാൻ ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പോൾ നോക്കിക്കോ. ഇഗ്നീഷൻ ഓൺ ചെയ്ത് ഒന്ന് ലോങ് ബ്ലിങ്ക് വന്നിട്ട് പോയി. 1 2 1 2 1 2 1 2, അതായത് 22 എന്നുള്ള കൗണ്ടാണ് വന്നത്. 2 2 1 2 1 2 2 2 22 എന്നുള്ള കോഡാണ് കാണിക്കുന്നത്. 2 ഇത് നമുക്കൊന്നുകൂടി എണ്ണാം. 3 4 1 2 3 4 5 2 3 4 5 1 2 3 4 5 1 2 3 4 5. 55 എന്നുള്ള കോഡും 22 എന്നുള്ള കോഡുമാണ് കാണിച്ചിരിക്കുന്നത്. 1 2 1 2 22 2 2 1 2 1 2 22. ഒരു തവണ കൂടി കാണിക്കൂ ഇത് തന്നെ. 1 2 1 2. അപ്പോൾ 3 തവണ കാണിച്ചു. ഇനി 5ൻ്റെ കാണിക്കും. 1 2 3 4 5 1 2 3 4 5. ഗ്യാപ്പിടും, പിന്നെ അത് തന്നെ കാണിക്കും. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5. അപ്പോൾ ഇത് 3 തവണ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ പഴയ കോഡ് തന്നെ പിന്നെയും വരും. അപ്പോൾ ഇതിലാകെ 2 കോഡാണുള്ളത്, 22 എന്നും 55 എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ആ കോഡിൽ വരുന്നതെന്നുള്ളത് നമുക്ക് ഡയഗ്നോസ്റ്റിക് ചാർട്ട് എടുത്ത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ 22 എന്നും 55 എന്നും ഉള്ളൊരു 2 കോഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നും ചെയ്തിട്ടില്ല, നമ്മളത് ആ നമ്മുടെ ഡയഗ്നോസ്റ്റിക് പോർട്ടിൽ നിന്ന് ഒരു വയറെടുത്ത് LED കൊടുത്തു, എർത്തിൻ്റെ ഒരു വയറെടുത്ത് LED കൊടുത്തു. പോസിറ്റീവും നെഗറ്റീവും LEDക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ ഇഗ്നേഷൻ ഒന്ന് ഓൺ ചെയ്തു. ഇഗ്നേഷൻ ഓൺ ചെയ്തപ്പോൾ തന്നെ ഇത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. ബ്ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ഏതാണ് കോഡ് എന്നുള്ളത് ബ്ലിങ്ക് കോഡ് മെത്തേഡ് വഴി നമുക്ക് കാണിക്കാൻ തുടങ്ങി. ഇപ്പം അനലോഗ് മൾട്ടിമീറ്റർ ആയിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ ബോഡിയിൽ നിന്ന് നെഗറ്റീവ് എടുത്തിട്ട് ഈ വയറിൽ നിന്ന് തന്നെ അനലോഗ് മൾട്ടിമീറ്ററിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൂചി നമ്മൾ 12 വോൾട്ട് റേഞ്ചിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സൂചി ഇങ്ങനെ വോൾട്ടായിട്ട് മൂവ് ചെയ്യും. ഇപ്പം ഞാൻ ഈ കാണിച്ച പോലെ തന്നെ 1 2 എന്ന് പറഞ്ഞു പോവും, പിന്നെ 1 2 എന്ന് പറയും. അപ്പോൾ ഈ രീതിയിലാണ് ബ്ലിങ്ക് കോഡ് നോക്കണതും അനലോഗ് നോക്കണതും. അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് കോഡ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കോഡ് കിട്ടിയിട്ടുണ്ട് 22 എന്നുള്ളതും 55 എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആ കോഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. വാഹനം സ്റ്റാർട്ട് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് താക്കോൽ ഓണാക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി വാഹനം ഇഗ്നേഷൻ ഓഫാക്കാം. ഓക്കെ, അപ്പോൾ ഇഗ്നേഷൻ ഓഫാക്കിയിട്ടുണ്ട്. ഇഗ്നേഷൻ ഓഫാക്കുമ്പോൾ അത് ഓഫായി പോകും. അപ്പോൾ എന്താണ് നമ്മുടെ കോഡ് എന്നുള്ളത് നമുക്ക് ചാർട്ട് വെച്ച് പരിശോധിക്കാം. നമ്മൾ ഇതിൽ ഈ ചെക്ക് ചെയ്തതിൽ 22 എന്ന് പറയുന്ന കോഡ് എൻജിൻ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇഗ്നേഷൻ മാത്രം ഓൺ ആക്കിയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ആ കോഡ് വന്നത്. ആദ്യത്തെ ലോങ് കത്തി വെക്കണത് നോക്കണ്ട. ഈ 1 1 1 1 എന്നുള്ളത് ഇത് 22 ആണ്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ വാഹനം സ്റ്റാർട്ടാക്കിയിട്ടില്ല. നമ്മൾ വാഹനം സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ആ കോഡ് കാണിക്കത്തില്ല. നമുക്കൊന്ന് വാഹനം ഒന്ന് സ്റ്റാർട്ടാക്കാം. വാഹനം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കോഡ് നോക്കിക്കഴിഞ്ഞാൽ 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5
1 2 3 4 5. ഇപ്പം 3 തവണയായിട്ടുണ്ട്. ഇനി നോക്കാം. ഗ്യാപ്പ് ഇട്ടു. 3 4 5. 1 2 3 4 5. 1 2 3. കണ്ടില്ലേ, നേരത്തെ നമ്മുടെ 22 എന്ന് പറയുന്ന കോഡ് ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 55 എന്നുള്ള കോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 55 എന്ന് പറയുന്ന കോഡ് പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളിന് എന്തെങ്കിലും പറ്റിയാലാണ് ഇതിൻ്റെ 55 എന്നുള്ള കോഡ് കാണിക്കുന്നത്. അപ്പോൾ പവർ സ്റ്റിയറിംഗ് മൊഡ്യൂൾ ഇരിക്കുന്നത് നമ്മുടെ ഈ കവർ കഴിക്കുന്നതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 22 എന്നുള്ള കോഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 21 എന്നുള്ള കോഡ് എഞ്ചിൻ RPM കിട്ടാത്ത കോഡാണ്. നമുക്ക് എഞ്ചിൻ RPM, വെഹിക്കിൾ സ്പീഡിൻ്റെ ഡാറ്റയും എല്ലാം പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാഹനം സ്റ്റാർട്ട് ആക്കാതെ ജസ്റ്റ് ഇഗ്നേഷൻ ഓൺ ആക്കിയപ്പോഴേക്കും എഞ്ചിൻ RPM കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണമാണ് നമുക്ക് 22 കാണിച്ചത്. നമ്മൾ വാഹനം സ്റ്റാർട്ട് ആക്കിയപ്പോഴേക്കും എഞ്ചിൻ RPM കിട്ടി. അപ്പോൾ ആ കോഡ് പോയി. ഇപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് ഈ 55 എന്ന് പറയുന്ന കോഡായ പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട ബ്ലിങ്കിങ് കോഡാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളിലോട്ടുള്ള പവർ സപ്ലൈ സെൻസറിൽ നിന്നുള്ള ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളിലോട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് മാറാനുള്ള പ്രൊസീജിയറിലോട്ട് ചെയ്യാം. നമുക്ക് ആദ്യം മൊഡ്യൂളും പവർ സ്റ്റിയറിംഗ് മോട്ടറിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കിനി മൊഡ്യൂൾ പരിശോധിക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇത് കാണുന്നുണ്ടാവും നിങ്ങൾ മൊഡ്യൂൾ ഇല്ലായിരിക്കണതാണ് പവർ സ്റ്റിയറിംഗിൻ്റെ മൊഡ്യൂൾ. അപ്പോൾ നമുക്ക് ഈ കവറൊന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. ഇവിടെയും 2 സ്ക്രൂ വരുന്നുണ്ട്, ഉണ്ടല്ലേ ഇവിടെ ആ സ്ക്രൂ അഴിക്കണം. പിന്നെ ഇതിൻ്റെ അടിയിലും 2 സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ ഈ അഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ക്രൂ അഴിച്ചിട്ട് ഇത് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ ഊരി ജസ്റ്റ് വലിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കോലം അവിടെ കയറിയിരിക്കും. അപ്പോൾ ഇത്തിരി ടൈറ്റ് ഉണ്ടാവും. നല്ല ശക്തിയിലായിട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് പോരും. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പവർ സ്റ്റിയറിംഗ് മൊഡ്യൂള്. അതോടൊപ്പം തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ പവർ സ്റ്റിയറിംഗിൻ്റെ മോട്ടർ വരുന്നത്. അപ്പോൾ നമുക്കിനി ആദ്യം നോക്കാനുള്ള ഈ പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളിലോട്ടുള്ള പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണോ, അതിനുശേഷം മോട്ടർ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, മോട്ടർ വർക്കിംഗ് ആണോ, ഇതെല്ലാമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളിൻ്റെ കോഡാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ മൊഡ്യൂളിലോട്ടുള്ള പവർ സപ്ലൈ കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം. ഇപ്പോൾ ഇതാണ് പവർ സ്റ്റിയറിംഗിൻ്റെ സോക്കറ്റ് വരുന്നത്. ഈ സൈഡിൽ 2 എണ്ണം, ഈ സൈഡിൽ ഒരു സോക്കറ്റുമാണ് വരുന്നത്. ഇത് നമുക്ക് ടോർക്ക് സെൻസർ, പവർ സ്റ്റിയറിംഗിൻ്റെ ടോർക്ക് സെൻസറിലോട്ട് പോകുന്ന വയറാണ് ഈ വരുന്നത്. അതുപോലെ തന്നെ ഇത് മോട്ടറിലേക്ക് പോകുന്ന കണക്ഷനാണ് ഈ സോക്കറ്റ്. ഈ ഒരു വയറിലാണ് നമ്മുടെ മൊഡ്യൂളിലോട്ട് ആവശ്യമായ പവർ സപ്ലൈ, ഗ്രൗണ്ട്, പിന്നെ സിഗ്നൽ വയറുകളെല്ലാം വരുന്നത്. നമുക്ക് ഇതിലോട്ട് പവർ സപ്ലൈ ഉണ്ടോയെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കപ്ലർ റിമൂവ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പവർ സ്റ്റിയറിംഗിൻ്റെ പവർ സപ്ലൈക്ക് വരുന്ന കപ്ലർ. അപ്പോൾ ഇതിൽ 1 2 3 4 5 6 7 8 പിന്നാണ് വരുന്നത്. അതിൽ 1-ാമത്തേലും 2-ാമത്തേലും വയറുണ്ട്. 3-ലും 4-ലും ഇല്ല. 5-ലുണ്ട്, 6-ലുണ്ട്, 7-ലുണ്ട്, 8-ലുണ്ട്. ഓക്കെ. അപ്പോൾ 1-ാമത്തെ പിന്നിൽ വരുന്ന വയറിൻ്റെ കളറ് ബ്ലാക്കിൽ റെഡ്, 2-ാമത്തെ വയർ ഫുൾ ബ്ലാക്കാണ്. പിന്നെ വരുന്നത് 3-ല്ല, 4-ല്ല, 5-ാമത്തെ വയർ വരുന്നത് നമ്മുടെ ഡയഗ്നോസിങ് കപ്ലറിലോട്ട് പോണ വയറാണ്. വയലറ്റിൽ വൈറ്റ് കളർ വയറാണ്. ഇത് 5-ാമത്തെ പിന്നായിട്ടാണ് വരുന്നത്. പിന്നെ 6-ാമത്തത് ഒരു ബ്രൗൺ ആണ്. 7-ാമത്തത് വയലറ്റ് തന്നെയാണ്. 8-ാമത്തത് വരുന്നത് ബ്ലാക്കിൽ വൈറ്റ് ആണ്. ഇതിൽ 8-ാമത്തെ ഏറ്റവും ലാസ്റ്റത്തെ ബ്ലാക്കിൽ വൈറ്റ്. അപ്പോൾ ഈ ബ്ലാക്ക് റെഡിൽ ഡയറക്റ്റ് ഫസ്റ്റ് പിന്നായ ബ്ലാക്ക് റെഡിൽ പോസിറ്റീവ് കിട്ടണം. അപ്പോൾ മൾട്ടിമീറ്റർ എടുത്തിട്ട് നമുക്കത് പരിശോധിക്കാം. നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞു ആദ്യത്തെ പിന്നായ ബ്ലാക്ക് റെഡിലാണ് പോസിറ്റീവ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് വരുന്നുണ്ടോ എന്ന് നോക്കാം. അത് ഡയറക്റ്റായിട്ട് വന്നു കിടക്കുന്നതാണ്. ഡാഷ്ബോർഡിൻ്റെ താഴത്ത് വരുന്ന ഫ്യൂസ് ബോക്സിലുള്ള PS, അതായത് പവർ സ്റ്റിയറിംഗ് എഴുതിയിരിക്കുന്ന 30 ആംപിയർ ഫ്യൂസിൻ്റെ അണ്ടറിലാണ് അത് സപ്ലൈ വരുന്നത്. നമുക്കൊരു മൾട്ടിമീറ്റർ നമ്മൾ എടുത്ത് വോൾട്ടേജ് റേഞ്ചിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് പ്രോബ് എടുത്തിട്ട് നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബ്ലാക്ക് റെഡിലോട്ട് കണക്ട് ചെയ്യാം. ബ്ലാക്ക് റെഡിലോട്ട് നമ്മൾ കണക്ട് ചെയ്തു. അൾട്ടിമേറ്റ്ലി 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പിന്നെ 12 വോൾട്ട് പവർ സപ്ലൈ ഓക്കെയാണ്. ഇനി ബ്ലാക്കിലും റെഡിലും കൂടി, ബ്ലാക്കിലും ബ്ലാക്ക് റെഡും കൂടി കൂട്ടിയിട്ട് നമുക്ക് മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ട് 2-ലും കൂടി ആയിട്ട് 12 വോൾട്ട്, അത് പോസിറ്റീവും നെഗറ്റീവും കൂടി ആയിട്ട് 12 വോൾട്ട് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം.
അപ്പോൾ നമ്മൾ ലീഡ് വയർ എടുത്തിട്ട് പോസിറ്റീവിലും നെഗറ്റീവിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ബ്ലാക്ക് റെഡ് ബ്ലാക്ക്. നമുക്ക് രണ്ടിലും കൂടി 12 വോൾട്ട് കാണിക്കുന്നുണ്ട്, 12.34 വോൾട്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് വയറും ബോഡിയായിട്ട് കണ്ടിന്യൂറ്റിയോ റെസിസ്റ്റൻസോ നമുക്ക് നോക്കാം. കാര്യം ബോഡിയിൽ നെഗറ്റീവ് ഉണ്ട്, ആ നെഗറ്റീവ് ഈ ബ്ലാക്കിൽ വരുന്നുണ്ടോ നോക്കണം. വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 12 വോൾട്ടായിട്ട് ഈ രണ്ടും കൂടി ചെക്ക് ചെയ്യുമ്പോൾ കിട്ടൂല. കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്കത് നോക്കിയാൽ മതി. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് ഈ റെഡ് വയർ അവിടെ പോരാ, എന്നിട്ട് ഇതെടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂറ്റിയിലോട്ടോ അല്ലെങ്കിൽ 200 ഓംസ് റെസിസ്റ്റൻസിലോട്ടോ ഇടാം. നമ്മളിൽ നെഗറ്റീവിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്, ബോഡിയിൽ ടച്ച് ചെയ്യാൻ പോലെയാണ്. അതിൽ എർത്ത് വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നെഗറ്റീവ് എവിടെയെങ്കിലും അതിൻ്റെ ഗ്രൗണ്ട് പോയിന്റ് ചെക്ക് ചെയ്യേണ്ടി വരും. നിലവിൽ നമുക്ക് യാതൊരുവിധ കുഴപ്പമില്ല. രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് 12 സംതിങ് വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പവർ സപ്ലൈ ഓക്കെ ആണ്. ഇനി ഇതിലോട്ടൊരു ഇഗ്നീഷൻ ഓൺലൈൻ വരും. ഇഗ്നീഷൻ ഓൺലൈൻ വരുന്നത് ഇതിൻ്റെ ഈ 8ാമത്തെ പിന്നായ ബ്ലാക്ക് വൈറ്റിലാണ്. അപ്പോൾ താക്കോൽ ഓൺ ആക്കുമ്പോഴേക്കും ഒരു പോസിറ്റീവ് ഈ ബ്ലാക്ക് വൈറ്റിൽ വരണം. അപ്പം നമുക്ക് നെഗറ്റീവ് ഈ ബ്ലാക്കിൽ നിന്ന് തന്നെ എടുക്കാം, എന്നിട്ട് പോസിറ്റീവ് ഇതിൽ വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ നെഗറ്റീവ് പ്രോബ് നമ്മുടെ 2ാമത്തെ പിന്നായ ബ്ലാക്ക് ആയ നെഗറ്റീവിലും കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് പ്രോബ് നമ്മുടെ 8ാമത്തെ പിന്നായ ബ്ലാക്ക് വൈറ്റ് ഈ താഴത്തുള്ള ഈ ബ്ലാക്ക് വൈറ്റ് പിന്നിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഗ്നീഷൻ ഒന്ന് ഓൺ ചെയ്യാം. ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് 12 വോൾട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇഗ്നീഷൻ ഓഫ് ചെയ്തു, ഇഗ്നീഷൻ ഓൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇഗ്നീഷൻ ഓൺ ആക്കുന്ന പോസിറ്റീവ് നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ പവർ സപ്ലൈകളെല്ലാം നമുക്ക് ഓക്കെയാണ്. നമ്മുടെ സോക്കറ്റിലെ ഫസ്റ്റത്തെ പിന്നും സെക്കൻഡത്തെ പിന്നും 8ാമത്തെ പിന്നും അതുപോലെ ഇവിടെ നിന്നുള്ള ആദ്യത്തെ പിന്നും നമുക്ക് മനസ്സിലായി. ആദ്യത്തെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഡയഗ്നോസിങ്, അവിടെ ട്രബിൾ കോഡ് നോക്കാൻ വേണ്ടി നമ്മൾ ഷോർട്ട് ചെയ്തത് ഈ കാണുന്ന 2, 3, 4, 5ാമത്തെ പിന്നായ വയലറ്റിൽ വൈറ്റ് കളർ വയറാണ്. നമ്മൾ അവിടെ എർത്തായിട്ട് ഷോർട്ട് ചെയ്തിട്ട് ബ്ലിങ്ക് കോഡ് നോക്കിയത്, അത് അങ്ങോട്ട് പോണ വയറാണത്. പിന്നെ ലാസ്റ്റത്തെ ബ്ലാക്ക് വൈറ്റ് നമ്മൾ ഇപ്പോൾ ഇഗ്നീഷൻ ഓൺ ആക്കണമെന്ന് നോക്കി. പിന്നെ നമ്മൾ ഇത് നോക്കാനുള്ളത് ഈ ബ്രൗണും അതോടൊപ്പം ഉള്ള ഒരു 2ാമത്തെ പിന്നെ വരുന്ന 6ാമത്തെ ബ്രൗണും 7ാമത്തെ പിന്നായ വയലറ്റിൻ്റെയാണ് നമ്മൾ ഇനി അറിയേണ്ടത്. അതിൽ ഈ ബ്രൗൺ എന്ന് പറയുന്നത് RPM ആണ്, വയലറ്റ് എന്ന് പറയുന്നത് വെഹിക്കിൾ സ്പീഡാണ്. അപ്പോൾ RPM അറിയണമെങ്കിൽ നമുക്ക് ഒരു നെഗറ്റീവും എടുത്ത് ഈ വയലറ്റ് ബ്രൗണിൽ നിന്ന് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞിട്ട് കണക്ഷനും എടുത്തിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ട് ചേഞ്ച് ആവണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അതൊന്ന് കണക്ട് ചെയ്ത് RPM ഇതിലോട്ട് മോഡിലോട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഓൾറെഡി RPMത്തിൻ്റെ ഇഷ്യൂ ഒന്നും ഇല്ല, എന്നാലും കാണിച്ചു തരാം. RPMും വെഹിക്കിൾ സ്പീഡും ഞാൻ കാണിച്ചു തരാം. ആദ്യം RPM. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ നെഗറ്റീവ് പ്രോബ് നമ്മുടെ നേരത്തെ ഗ്രൗണ്ട് പോയിൻ്റായ സെക്കൻഡ് പിന്നിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റെഡ് പ്രോബ് പോസിറ്റീവ് പ്രോബ് നമ്മുടെ 6ാമത്തെ പിന്നായ ബ്രൗണിലാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. ബ്രൗണിൽ നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ആക്സിലേഷൻ കൊടുക്കാം. ഇത് തമ്മിൽ ഷോർട്ട് ആവാൻ പാടില്ല, നോക്കണം. മൾട്ടിമീറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇഗ്നിഷൻ ഓണാക്കി സ്റ്റാർട്ടാക്കുന്നതാണ്. സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വോൾട്ട് വേരിയേഷൻ വന്നത് കാണാൻ പറ്റും. ഞാൻ ഇവിടെ ആക്സിലേഷൻ കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ വോൾട്ട് കയറി വരും, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. RPM ചെക്ക് ചെയ്യണത്, എഞ്ചിൻ RPM ഇതുപോലെയാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. നമ്മൾ കാലെടുക്കുന്നതനുസരിച്ച് സംഭവം തിരിച്ചു വരും. അപ്പോൾ നമുക്ക് എഞ്ചിൻ സ്പീഡ് പ്രോപ്പറായിട്ട് തന്നെ മൊഡ്യൂളിലോട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് വെഹിക്കിൾ സ്പീഡ് ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ അതും ചെക്ക് ചെയ്യാം. അപ്പോൾ വെഹിക്കിൾ സ്പീഡ് ചെക്ക് ചെയ്യണതിന് നമ്മൾ ഇപ്പോൾ കൊടുത്തേക്കണ പിന്നെ 6ാമത്തെയാണ്. അതെടുത്തിട്ട് 7ാമത്തെ പിന്നായ വയലറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വയലറ്റിലാട്ടോ, വയലറ്റ് വൈറ്റ് അല്ല, വയലറ്റ്. 7ാമത്തെ പിന്നെ വയലറ്റാണ്. ഈ ബ്ലാക്ക് വൈറ്റിൻ്റെ ബ്രൗണിൻ്റെയും ഇടക്കുള്ള വയർ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് മൂവ് ചെയ്യണം. ഗിയർ ചെയ്ത് മൂവ് ചെയ്യുമ്പോഴാണ് വെഹിക്കിൾ സ്പീഡ് കാണിക്കുമ്പോഴാണ് അവിടെ മീറ്ററിൽ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ചെയ്യിക്കാൻ പോലെയാണ്.
അപ്പോൾ ഞാൻ ജസ്റ്റ് മുമ്പോട്ടും പുറകോട്ടും മാത്രമേ എടുക്കുന്നുള്ളൂ, ഓടിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതിൽ മൾട്ടിമീറ്ററിൽ നിങ്ങൾ റീഡിങ് വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ റീഡിങ് വോൾട്ട് വരുന്നുണ്ടെങ്കിൽ, വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ സംഭവം അതിൻ്റെ റീഡിങ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ VSSO ആയിട്ട് ബന്ധപ്പെട്ട ഡാറ്റ കിട്ടാത്തതാണെങ്കിൽ നമുക്കൊരു DTC, അതായത് നേരത്തെ കാണിച്ച പോലെ ഒരു കോഡ് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ വോൾട്ട് ഇതേപോലെ മീറ്ററിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഓക്കെ ആണെന്നാണ് അതിനർത്ഥം. എർത്ത് 5 വോൾട്ടാണെങ്കിൽ വണ്ടി പോകുന്നതനുസരിച്ചിട്ട് ഇതിന് വേരിയേഷൻ കാണിക്കും. ഓക്കെ, ഡാറ്റ നമുക്ക് അറിയാൻ പറ്റും. മൊഡ്യൂളിലോട്ടുള്ള പവർ സപ്ലൈയും അതുപോലെ സെൻസറിൽ നിന്നുള്ള ലൈനും കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ എല്ലാം നമുക്ക് പ്രോപ്പറായിട്ടാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അപ്പോൾ മൊഡ്യൂളുമായിട്ടുള്ള ബന്ധപ്പെട്ട പവർ സപ്ലൈക്കോ സെൻസറിൻ്റെ ഡാറ്റക്കോ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഇനി മൊഡ്യൂളിൽ തന്നെ ആയിരിക്കും കംപ്ലയിൻറ്റ്. പിന്നെ ഇപ്പുറത്തുള്ള ടോർക്ക് സെൻസർ ആണെങ്കിൽ അതിൻ്റെ DTC വേറെ ആയിരുന്നു, അത് കിട്ടിയേനെ. അപ്പോൾ അത് DTC ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അതും ചെക്ക് ചെയ്യാൻ പറ്റും. അത് വേറെ മെത്തേഡാണ്, ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ പവർ സ്റ്റിയറിങ്ങിൻ്റെ കോഡ് കാണിച്ചതുമായിട്ട് ബന്ധപ്പെട്ട സപ്ലൈകളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മോട്ടർ വർക്ക് ചെയ്യണ്ടെന്നുള്ളത് നോക്കാനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കോഡും ഉണ്ടെങ്കിൽ കാണിച്ചേനെ. അപ്പോൾ അതിൻ്റെ കോഡൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ വയർ ഞാൻ ജസ്റ്റ് ഒന്ന് ഊരി എടുക്കട്ടെ. അപ്പോൾ ഈ ഞെക്കിയിട്ട് നമ്മളിത് അവിടെ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 4 പിന്നാണ് വരുന്നത്. ഒരു ബ്ലാക്ക്, ഒരു റെഡ്, പിന്നെ താഴത്ത് 2 ബ്ലാക്ക്. ഈ താഴത്തുള്ള 2 ബ്ലാക്ക് ചെറിയ വയറാണ്, മേളിലുള്ള റെഡും ബ്ലാക്കും വലിയ വയറാണ്. അപ്പോൾ ഒന്നാമത്തെ പിന്ന് ബ്ലാക്ക്, രണ്ടാമത്തെ പിന്ന് റെഡ്, മൂന്നാമത്തെ 4-ാമത്തെ പിന്ന് ചെറിയ 2 ബ്ലാക്ക് വയറുകൾ. ഓക്കെ, അപ്പോൾ ഈ ബ്ലാക്കും റെഡിലും കൂടിയാണ് പോസിറ്റീവും നെഗറ്റീവും വന്നിട്ട് മോട്ടർ ലെഫ്റ്റോട്ടാണോ റൈറ്റിലോട്ടാണോ, അതായത് മോട്ടർ ഫോർവേഡ് കറങ്ങണോ റിവേഴ്സ് കറങ്ങണോ എന്നുള്ളത് ഇതിൽ കൊടുക്കണ പോസിറ്റീവ് നെഗറ്റീവ് മാറി കൊടുക്കണതനുസരിച്ചിട്ട് ഇരിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എടുത്തിട്ട് ഈ ബ്ലാക്കിൽ കൊടുത്തിട്ട് നെഗറ്റീവ് എടുത്താണ് റെഡി കൊടുക്കണമെങ്കിൽ മോട്ടർ ഒരു സൈഡിലോട്ട് കറങ്ങും. ഈ ബ്ലാക്കിൽ നെഗറ്റീവ് കൊടുത്തിട്ട് റെഡിൽ പോസിറ്റീവ് കൊടുക്കണമെങ്കിൽ മോട്ടർ അടുത്ത സൈഡിലോട്ട് കറങ്ങും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ രീതി. പിന്നെ ഇതിൻ്റെ അടിയിലുള്ള 2 വയർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ക്ലച്ച് വരുന്നുണ്ട്. അതായത് നമ്മൾ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുമ്പോൾ ഇതിലോട്ടും 12 വോൾട്ട് വരുന്നുണ്ട്. ഈ 12 വോൾട്ട് വന്ന് ഇതിൻ്റെ മാഗ്നറ്റിക് ക്ലച്ച് പിടിച്ചാൽ മാത്രമാണ് നമുക്ക് ഇപ്പുറത്തേൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുള്ളൂ. അപ്പോൾ അതും നമുക്ക് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ സ്റ്റിയറിംഗ് വർക്ക് ചെയ്ത് നോക്കണം. അതായത് മോട്ടർ ഡയറക്റ്റ് കൊടുത്തിട്ട് നമ്മൾ മോട്ടർ വർക്ക് ചെയ്ത് സ്റ്റിയറിംഗ് തിരിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതിന് സ്റ്റിയറിംഗ് ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കീ ഇട്ട് വെച്ചേക്കുക. അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ പവർ സപ്ലൈയുടെ കണക്ഷനിൽ വരുന്ന ഈ ബ്ലാക്കിൽ റെഡും ബ്ലാക്കും, അപ്പോൾ അതായത് ബ്ലാക്കിൽ റെഡിൽ പോസിറ്റീവ് ഉണ്ട്, ബ്ലാക്കിൽ നെഗറ്റീവ് ഉണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഷോർട്ട് ആവാനൊന്നും പാടില്ല. അപ്പോൾ മെയിൻ കപ്ലറിൽ വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ മോട്ടറിൻ്റെ കണക്ഷനിൽ കൊടുത്തിട്ട് കറക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി മെയിൻ കപ്ലറിൽ വരുന്ന പോസിറ്റീവ് വയർ ഒരെണ്ണം കൊടുത്തിട്ട് നമ്മൾ മോട്ടറിൻ്റെ ഒരു വയറിലും അതിൻ്റെ താഴത്തുള്ള ക്ലച്ച് കോയിലിൻ്റെ ഒരു വയറിലും കൊടുക്കും. അതുപോലെ നെഗറ്റീവ് വയർ എടുത്തിട്ട് ക്ലച്ച് കോയിലിൻ്റെ ഒരു സൈഡിലും കൊടുക്കും. മോട്ടറിൻ്റെ വയറിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും മോട്ടർ ഒരു സൈഡിലോട്ട് കറങ്ങും. ഇനി മോട്ടർ തിരിച്ച് കറങ്ങണമെന്നുണ്ടെങ്കിൽ മോട്ടറിൻ്റെ കയ്യിൽ കൊടുത്ത കണക്ഷൻസ് തിരിച്ചും മറിച്ചും കൊടുക്കണം. അപ്പുറത്ത് കൊടുത്തത് ഇപ്പുറത്ത് കൊടുത്തത് അപ്പുറത്തും കൊടുക്കണം. അതുപോലെ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ മോട്ടർ അടുത്ത സൈഡിലോട്ട് ഷോർട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ 2 വയർ എടുത്തിട്ടുണ്ട്. അത് ഒരു വയറിൽ നിന്ന് 2 കണക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് നമുക്ക് നമ്മുടെ ഇതിൻ്റെ പോസിറ്റീവ് പിന്നിൽ കണക്ട് ചെയ്യാം. ഇനി ഇത് ബോഡിയിലൊന്നും മുട്ടിക്കാൻ പാടില്ല, ചുട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഫ്യൂസ് പോകും. അപ്പോൾ പോസിറ്റീവിൽ കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കോയിൽ ലൈനിലോട്ട് താഴത്തുള്ള ചെറിയ കോയിലിലോട്ടൊരു പോസിറ്റീവ്, ഇതേ പോസിറ്റീവ് ഇപ്പോൾ കോയിലിലോട്ടും പോകുന്നുണ്ട്. ഒരു വയർ നമ്മൾ നമ്മുടെ മോട്ടറിൻ്റെ ബ്ലാക്ക് വയർ ഫസ്റ്റ് പിന്നായ ബ്ലാക്ക് വയറിലോട്ടും കണക്ട് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ ബ്ലാക്ക് പിന്നിലും കണക്ട് ചെയ്തു. അപ്പോൾ ഒരു പോസിറ്റീവ് എടുത്തിട്ട് നമ്മൾ ഒരു ക്ലച്ചിൻ്റെ താഴത്തെ 2 വയർ ക്ലച്ചാണ്. അപ്പോൾ അതിൽ ക്ലച്ചിൻ്റെ ഒരു വയറിലും കൊടുത്തു, മോട്ടറിൻ്റെയും മേളത്തിലാണ് മോട്ടറിൻ്റെ ഒരു വയറിലും കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് നെഗറ്റീവ് എടുത്തിട്ട് നെഗറ്റീവ് അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ക്ലച്ചിൽ ആദ്യം കൊടുക്കാം, അതിനുശേഷം മോട്ടറിൻ്റെ ജസ്റ്റ് മുട്ടിക്കാം. ഇപ്പോൾ റെഡ് കളർ വയറിൽ. അപ്പോൾ നമ്മുടെ സ്റ്റിയറിങ് ഒരു സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്ലാക്ക് വയറിൽ നമ്മുടെ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവാണ് അതിൽ നിന്ന് കിട്ടാൻ പോണത്. പിന്നെ നമ്മൾ നോക്കി ചെയ്യണം. ഇതിൻ്റെ താഴത്തെ ക്ലച്ചിൻ്റെ ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടിക്ടിങ് സൗണ്ട് കേൾക്കാൻ പറ്റും.
ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ പോസിറ്റീവും നെഗറ്റീവും താഴത്തെ കോയിലോട്ട് കൊടുത്തപ്പോഴാണ് നമ്മുടെ മാഗ്നറ്റിക് ക്ലച്ച് പിടിച്ചത്. ഇനി നമ്മൾ ഓൾറെഡി പോസിറ്റീവ് മോട്ടറിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് മോട്ടറിലോട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ ഒരു സൈഡിലോട്ട് കറങ്ങും, അതായത് പവർ സ്റ്റിയറിംഗ് ഒരു സൈഡിലോട്ട് കറങ്ങും. അപ്പോൾ മോട്ടറിൻ്റെ ടെർമിനലിൽ നമുക്ക് നെഗറ്റീവ് മുട്ടിക്കാൻ പോയാൽ ചിലപ്പോൾ പോസിറ്റീവായിട്ട് മുട്ടി ഷോർട്ട് ആവും. അത് കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നെഗറ്റീവ് നമ്മുടെ മെയിൻ ടെർമിനലിൽ നിന്ന് ഊരിയിട്ടിട്ട് മോട്ടറിൻ്റെ അവിടെ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മരുന്ന് മെയിൻ ടെർമിനലിലെ നെഗറ്റീവിൽ ജസ്റ്റ് ടച്ച് ചെയ്യാം. അപ്പം മോട്ടർ ഒരു സൈഡിലോട്ട് കറങ്ങും. നമുക്ക് ടച്ച് ചെയ്യാൻ പോകുന്നതാണ്. ഓൾറെഡി പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് ടച്ച് ചെയ്ത് മോട്ടർ ഒരു സൈഡിലോട്ട് കറങ്ങി. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പോസിറ്റീവിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് മോട്ടറിലും ക്ലച്ചിലും കൂടി കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവിൻ്റെ വയർ നമ്മൾ മോട്ടറിനും ക്ലച്ചിലും കൊടുത്തു. പക്ഷേ ഈ ടെർമിനൽ നമ്മൾ നെഗറ്റീവിൻ്റെയിലോട്ട് ടച്ച് ചെയ്യുമ്പോഴാണ് മോട്ടർ കറങ്ങിയത്. ഇനി നമുക്ക് മോട്ടർ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ കൊടുത്തു വെച്ച കണക്ഷൻസ് നേരെ തിരിച്ചും മറിച്ചും കൊടുത്താൽ മതി. അതായത് നമ്മളിപ്പോൾ പോസിറ്റീവിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയർ ഊരിയിട്ട് അത് നമ്മൾ നെഗറ്റീവിൽ കണക്ട് ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മൾ മറ്റേ വയർ എടുത്തിട്ട് പോസിറ്റീവിൽ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴേക്കും മോട്ടർ നേരത്തെ കറങ്ങുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കറങ്ങും. ജസ്റ്റ് ടച്ച് ചെയ്യാം, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ മോട്ടർ വർക്കിംഗ് ആണ്. മോട്ടർ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തതിൽ നിന്ന് മോട്ടറിൻ്റെ കണക്ഷനോ മോട്ടറിനോ യാതൊരു തകരാറില്ലെന്നും അതുപോലെ ഇതിൻ്റെ മോഡ്യൂളിലോട്ടുള്ള പവർ സപ്ലൈക്കും RPM ലൈൻ VSS ലൈൻ അതിനൊന്നും യാതൊരു കുഴപ്പമില്ലെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മുടെ ടോർക്ക് സെൻസറിൽ നിന്നുള്ള എററൊന്നും ഇല്ലാത്ത കാരണം അതിനും കുഴപ്പമില്ലെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ടോർക്ക് സെൻസറിൻ്റെ മെയിനും സബ് എന്ന് പറയുന്ന 2 സെറ്റ് സെൻസറാണ് ഉള്ളത്. അതിലോട്ടുള്ള കണക്ഷനാണത്. അപ്പോൾ വേറെ ഒന്നിനും കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഈ മോഡ്യൂളിന് തന്നെ ആയിരിക്കും കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്കിനി ഏതായാലും മോഡ്യൂളൊന്ന് മാറ്റി വെച്ച് നോക്കാം. അപ്പോൾ ഈ മോഡ്യൂൾ അഴിക്കാനായിട്ട് 2 സ്റ്റാർ സ്ക്രൂവിലാണ് ഇത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോഡ്യൂൾ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മോഡ്യൂൾ അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മോഡ്യൂൾ റിമൂവ് ചെയ്തെടുക്കുന്നതാണ്. 2 സ്ക്രൂ അഴിച്ചിട്ട് നമ്മൾ അതങ്ങോട്ട് ഊരിയെടുത്തു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മോഡ്യൂൾ നമ്മൾ റിമൂവ് ചെയ്തെടുത്തത്. ഇനി നമ്മൾ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുതിയത് വെച്ചിട്ട് കംപ്ലൈൻറ്റ് മാറുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ പുതിയത് നമ്മൾ എടുക്കാൻ പോകണതാണ്. പവർ സ്റ്റിയറിംഗ് മോഡ്യൂൾ ഇതിന് വരുന്നത്. അപ്പോൾ നമുക്കിത് പിടിപ്പിക്കേണ്ട വില 8000 ചില്ലാൻ രൂപ വില വരുന്നുണ്ട് ഈ സാധനത്തിന്, ഈ പുതിയ ആയിട്ട് അതിന്. ഓക്കെ, നമുക്കിത് സെറ്റ് ചെയ്ത് നോക്കണം. ഈ മോഡ്യൂൾ നമുക്ക് അവിടെ കയറ്റി പിടിപ്പിക്കാം. ഇതാണ് പഴയത്. പാർട്ട് നമ്പറൊക്കെ സെയിം സംഭവം തന്നെയാണ്, വ്യത്യാസമില്ല. വില ഇച്ചിരി കൂടുതലാണ് പ്രശ്നം. നമുക്കിനി ഈ പൊസിഷനിലേക്ക് കയറ്റി തിരിച്ചത് പിടിപ്പിച്ചിട്ട് കണക്ഷനൊക്കെ കൊടുക്കാം. മോഡ്യൂള് നമ്മൾ കയറ്റി പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ കണക്ഷൻസൊക്കെ കൊടുക്കാം. അത് കൊടുത്തു. മോട്ടറിൻ്റെ ലൈൻ കൊടുക്കാം. ലൈൻ കൊടുത്തു. ഇനി അതിന് പവർ സപ്ലൈയുടെ കണക്ഷൻസും കൂടി കൊടുക്കാം. ഇടയിൽ കുറച്ച് വയറൊക്കെ കിടപ്പുണ്ട്. അതും കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. പിന്നെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റാർട്ടാക്കാം. ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടാക്കുന്നതാണ്. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അടിപൊളി. നമ്മുടെ പവർ സ്റ്റിയറിംഗ് ഇപ്പോൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. കണ്ടില്ലേ, സിമ്പിളായിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ടും തന്നെ മാറിയിട്ടുണ്ട്. നമ്മുടെ മൊഡ്യൂളിൻ്റെ ആയിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ അത് ബ്ലിങ്കോഡ് മെത്തേഡ് വെച്ചിട്ട് എന്താണെന്ന് കണ്ടുപിടിച്ചു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പവർ സപ്ലൈ സെൻസറിൽ നിന്നുള്ള ഡാറ്റാസ് എല്ലാം പരിശോധിച്ചു. സെൻസർ മീൻസ് RPM ഡാറ്റയും വെഹിക്കിൾ സ്പീഡ് ഡാറ്റയൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കി. അത് ഓക്കെയാണ്. പവർ സപ്ലൈ ഓക്കെയാണ്. ഇഗ്നിഷൻ ഓക്കെയാണ്. ഗ്രൗണ്ട് ഓക്കെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ മൊഡ്യൂൾ ആയിരുന്നു കംപ്ലയിൻറ്റ്. മൊഡ്യൂൾ മാറിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കംപ്ലയിൻറ്റ്സ് എല്ലാം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. ഇപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഒരു ഐറ്റം വരുന്നെങ്കിൽ നമ്മൾ ആ ട്രബിൾ കോഡ് ഇട്ടത്, അതായത് ബ്ലിങ്ക് കോഡ് ഇട്ടത് ക്ലിയർ ചെയ്ത് കളയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം ഒരു RPM സെൻസറിൻ്റെയാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കംപ്ലയിൻറ്റ് പോകണില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കളയാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അത് ഷോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ക്ലിയർ ചെയ്ത് കളയണത്. അതൊരു മെത്തേഡാണ്. നമ്മുടെ കംപ്ലയിൻറ്റ് ഏതാണേലും സോൾവ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ പവർ സ്റ്റിയറിംഗ് ഒക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ വീഡിയോയിൽ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കവറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോ ബോക്സൊക്കെ തിരിച്ച് പിടിപ്പിച്ച് നമ്മുടെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ താഴ്ഭാഗത്തുള്ള കവറും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ച് ഗ്ലോ ബോക്സൊക്കെ പിടിപ്പിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നീക്കാനായിട്ട് നമുക്ക് ടൈറ്റ് ഉണ്ട്. ഓക്കെ, ടൈറ്റായിട്ടാണ് തിരിയണത്. ഇഗ്നിഷൻ ഓണാക്കുക. ഇഗ്നിഷൻ ഓണാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്
സ്റ്റാർട്ടാക്കാം. സ്റ്റാർട്ടായിട്ടുണ്ട്. അല്ല, സ്റ്റാർട്ടായി കഴിയുമ്പോഴേക്കും സംഭവം സ്മൂത്തായി അല്ലേ, സിമ്പിളായിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. യാതൊരുവിധ കംപ്ലൈൻറ്റ് നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഇല്ല. പക്കയായിട്ട് കംപ്ലൈൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കോഡ് കിട്ടിക്കഴിഞ്ഞാൽ DTC നമ്മുടെ ബ്ലിങ്ക് കോഡ് വെച്ചിട്ട് എന്തെങ്കിലും കോഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള മെത്തേഡ് നമ്മൾ നേരത്തെ ഷോർട്ട് ചെയ്ത ഡയഗ്നോസ്റ്റിക് കപ്ലറിലുള്ള ആ ഡയഗ്നോസ്റ്റിക് ടെർമിനലുണ്ടല്ലോ, ആ ടെർമിനലും ഗ്രൗണ്ടും കൂടിയാണ് നമ്മൾ LED ബൾബിൽ കണക്ട് ചെയ്തത്. അത് അങ്ങനെ കൊടുക്കാണ്ട് ആ ഡയഗ്നോസ്റ്റിക് കപ്ലറിൽ നിന്നുള്ള വയർ എടുത്തിട്ട് നേരെ ഗ്രൗണ്ട് പിന്നായിട്ട്, സാധാരണ അതിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവ് വയറും കൂടി വന്ന് കിടക്കാറുണ്ട് ആ കപ്ലറിൽ. ഇപ്പോൾ നമ്മുടെ ഇതിലില്ല. അപ്പോൾ അതിന് നമ്മൾ ഗ്രൗണ്ടായിട്ട് ഷോർട്ട് ചെയ്താൽ മതി. അതായത് ആ ഡയഗ്നോസ്റ്റിക് കപ്ലറിൽ വന്നേക്കണ ഡയഗ്നോസ്റ്റിക് ആ വയറും ബോഡി ഗ്രൗണ്ടുമായിട്ട് ഷോർട്ട് ചെയ്യുക. അപ്പോൾ താക്കോൽ ഓണാക്കി ഇട്ടിട്ട് വേണം ഷോർട്ട് ചെയ്യാൻ. ഷോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജസ്റ്റ് ഷോർട്ട് ചെയ്യുക, വിടിയിക്കുക, ഷോർട്ട് ചെയ്യുക, വിടിയിക്കുക, അങ്ങനെ 10 സെക്കൻഡിനുള്ളിൽ 5 തവണ ചെയ്ത് കഴിഞ്ഞാൽ കോഡ് ക്ലിയർ ആവുമെന്നുള്ളതാണ്. അപ്പോൾ താക്കോൽ ഓണാക്കി ഇട്ടിട്ട് ആ ഡയഗ്നോസ്റ്റിക് കപ്ലറിലുള്ള ആ ഒരു വയർ, ആ വയലറ്റ് വയറിലുള്ള കണക്ഷൻ ബോഡി ഗ്രൗണ്ടായിട്ട് ഷോർട്ട് ചെയ്യുക, ഡിസ്കണ്ട് ചെയ്യുക, ഷോർട്ട് ചെയ്യുക, ഡിസ്കണ്ട് ചെയ്യുക, ഷോർട്ട് ചെയ്യുക, അങ്ങനെ 10 സെക്കൻഡിനുള്ളിൽ 5 തവണ ചെയ്യുക എന്നുള്ളതാണ് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ കംപ്ലയിൻറ്റ് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാനും പറ്റുന്നതാണ്. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലെ പുതിയ ഡയഗ്നോസ്റ്റിക് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.